ഭഗവത്ഗീത സനാതന ധർമ്മശാസ്ത്ര സഞ്ചയത്തിൽ അതിനുള്ള പ്രാധാന്യം ഇതിനേക്കാൾ നന്നായി വേറെ ആർക്കും പറയാൻ സാധ്യമല്ല. അത്തരമൊരു വാചകം തൻ്റെ ഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന്. ഇതിനേക്കാൾ ഗീതയുടെ മഹിമ, പ്രാധാന്യം മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആറ്റി കുറുക്കിയ വാക്കുകളാണ്. ഇദം ഗീതാശാസ്ത്രം, ഈ ഗീതാശാസ്ത്രം എന്താണ്? സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം. ആ വാക്കിന് തന്നെ ഒരു ഭംഗിയാണ്. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരം ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ്. സാരം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സംഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഭാഷ്യകാരൻ പറഞ്ഞത് സാരസംഗ്രഹം. സാരം വീണ്ടും സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഭഗവത്ഗീത. അപ്പം ആ കാര്യത്തിൽ വളരെ ചെറിയ, വെറും 700 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു കൃതി, വളരെ ചെറുത്. സാമാന്യം വായിച്ചാൽ ഒരു 2 മണിക്കൂർ മതി വായിച്ചു തീർക്കാൻ. അത്ര ചെറിയ ഗ്രന്ഥം. എന്നാൽ വേദത്തിൻ്റെ മൊത്തം സാരം അതാണ് ഗീതാശാസ്ത്രം.